ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഷാലു രാജു ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരുപാട് സിനിമകളിലായിട്ടും അതുപോലെ വീഡിയോസിലായിട്ടും സോഷ്യൽ മീഡിയകളിലായിട്ടും നമ്മൾ കണ്ട് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു മനയിലാണ് ഒറ്റപ്പാലം മുരിക്കാശ്ശേരി മന. നമ്മുടെ വല്യേട്ടനും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കുറേ പടങ്ങളൊക്കെ തകർത്തഭിനയിച്ച് നമ്മുടെ വരിക്കാശ്ശേരി മന ഒരു രക്ഷയല്ല മക്കളെ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വരിക്കാശ്ശേരി മന കാണാൻ പോകുന്നത്. അവിടേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. കാരണം അത്രയും ഭംഗി നിറഞ്ഞൊരു സ്ഥലമാട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കുറേ വട്ടം പോയിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ ഫസ്റ്റുള്ള പോക്കായതുകൊണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു വൈബായിട്ട് തോന്നിയിട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളവിടെ ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിലൊരു ഫംഗ്ഷന് സംബന്ധിച്ച് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ ജസ്റ്റ് ഓക്കെ പോവാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഗൈസ്. ഒരു രക്ഷയല്ല. തറവാടിൻ്റെ മുറ്റത്ത് തന്നെ വലിയൊരു മാവ്, ഒരു മാവല്ല കുറേ മാവൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു മന മാത്രമല്ല കേട്ടോ, 2-3 എല്ലാ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ മനകൾ തന്നെ കേട്ടോ, ചെറിയ ചെറിയ കുഞ്ഞു വീടുകളായിട്ട്. അപ്പം ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച് ഒരു സിനിമ ഷൂട്ടിന് തന്നെ പല വീടുകളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ. അത് ഇപ്പോഴും അതേപോലെ മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതിന് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക സന്തോഷം തോന്നുക കേട്ടോ. അങ്ങനെ ഞാനിതേ വരിക്കാശ്ശേരി മനയ്ക്കുള്ളിൽ കയറി ഗൈസ്. ഇവിടെ ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. വൈകിട്ടൊക്കെ ഞങ്ങളും വൈകിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഫോട്ടോഷൂട്ടും ഒക്കെ ഭയങ്കരമായിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കുറേ ഡയലോഗ്സിനൊക്കെ എന്താ പറയുക പ്രശസ്തി നേടിയ ഈ ചില ഇടങ്ങളൊക്കെ അവിടെ കാണുമ്പോൾ തന്നെ ഈ ഒരു രക്ഷയില്ല. അതിന് ഞങ്ങളിതേ അതിൻ്റെ അകത്തൊക്കെ കുറേ കയറി. അതുപോലെ കുളത്തിലോട്ട് പോയിട്ട്, പക്ഷെ കുളത്തിൽ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നത് കാരണം. അപ്പോൾ ജസ്റ്റ് കുളമൊക്കെ പോയി കണ്ടു, മന ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. ഒരു സ്ഥലം പോലും ബാക്കി വെക്കാതെ കണ്ടു കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ മനയ്ക്കുള്ളിൽ നമ്മൾ അടുക്കള ഭാഗത്തേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഉള്ളിലോട്ട് ഇങ്ങനെ കുറേ പോയിട്ട് അടുക്കളയുടെ ഒരു സ്പേസ് തന്നെ അവിടെ ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയ്തു വെച്ചല്ല, പഴയ കാലത്ത് ഉപയോഗിച്ച അടുക്കള തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അന്നൊക്കെ താമസിച്ചിരുന്ന ആളുകളുടെ ഒരു വൈബ് എന്തായിരിക്കും. പക്ഷേ ഇപ്പോൾ ഷൂട്ടിനൊക്കെ ആയിട്ട് കുറേ ഷൂട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിട്ടാണ് ഇപ്പം നമ്മൾ അറിയപ്പെടുന്നത്. കാരണം ഇവിടെ താമസമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ അവിടുത്തെ പണിക്കാർ അങ്ങനെയൊക്കെ ഉള്ളൂ അവിടെ ഇപ്പം. അങ്ങനെ ഇത് വേറൊരു ഭാഗമായിട്ടോ. നമ്മൾ ഉദയപുരം സുൽത്താൻ എന്ന് പറയുന്ന സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തൊരു ഭാഗമാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ ആ സിനിമയുടെ അതിങ്ങനെ കണ്ടപ്പോൾ ആ സിനിമ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഞാനും കുറേ റീൽസൊക്കെ എടുത്ത്, ഫോട്ടോസും റീൽസൊക്കെ എടുത്ത്. കാരണം ഫസ്റ്റ് ടൈം പോയതാണല്ലോ, അപ്പോൾ പിന്നെ ഒരു ആർഭാടൊക്കെ കാണിക്കാമല്ലോ ഗൈസ്. അങ്ങനെ ഞങ്ങളവിടെ മൊത്തം ചുറ്റിക്കറങ്ങി. ഇതേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നു കേട്ടോ. വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട്, സേവ് ദ ഡേറ്റ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ റീൽസിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു ഗൈസ്. ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഞങ്ങൾ അവിടെ അടുത്തൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ സെറ്റും മുണ്ടൊക്കെ കൊടുത്തിട്ട് പോയത്. അങ്ങനെ ഇതേ വരിക്കാശ്ശേരി മനയുടെ ഫ്രണ്ടേജാണ് കേട്ടത്. ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വല്യേട്ടല്ലേ മാധവനുണ്ണീന് ഓർമ്മ വരുന്നു, ലാലേട്ടന് ഓർമ്മ വരുന്നു. എൻ്റെ മക്കളെ ഒരു രക്ഷയല്ല. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ അവരുടെ തന്നെ കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് കോഫി മാത്രമല്ല അവിടെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും തോന്നുന്നു. പക്ഷെ ഞങ്ങളൊരു കോഫിയാണ് കഴിച്ചത്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം ഞാനിങ്ങനെ റീൽസൊക്കെ എടുത്ത് ഇങ്ങനെ രസകരമായിട്ട് വരിക്കാശ്ശേരി മന ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും വരിക്കാശ്ശേരി മന കാണാത്തവരുണ്ടെങ്കിൽ ഒറ്റപ്പാലം ഭാഗത്തൊക്കെ പോകുമ്പോൾ മന കാണാൻ പോവുക, മിസ് ചെയ്യരുത് കേട്ടോ. പിന്നെ പോയാൽ തന്നെ നമുക്ക് ഒരുപാട് റീലായിട്ടും ഫോട്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എടുക്കാനും പറ്റും. വെറുതെ പോയി വരണ്ട. അപ്പോൾ എല്ലാവരും വരിക്കാശ്ശേരി മന കാണാത്തവരുണ്ടെങ്കിൽ ഒറ്റപ്പാലം ഭാഗം പോകുമ്പോൾ എന്തായാലും ഒന്ന് കയറിയിട്ട് പോകണം കേട്ടോ. അവിടെ എൻട്രൻസ് ഫീസ് 30-20 അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഒരാൾക്ക്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്രയും കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലും. അപ്പോൾ എല്ലാവരും പോയി കാണണം. പിന്നെ അതുപോലെ തന്നെ ആ മനയുടെ അടുത്തായിട്ട് ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം അത് എനിക്ക് തോന്നുന്നു പഴയകാല തറവാട്ട് അമ്പലമാണെന്ന് തോന്നുന്നു.
അവിടെ ഇപ്പോഴും വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അവിടെ പോയപ്പോൾ ഒക്കെ കണ്ടു. അപ്പം നമ്മളിതേ കുറേ വീണ്ടും വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മന മൊത്തമായിട്ട് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. കാരണം എനിക്ക് റീലും ചെയ്യണം, ഫോട്ടോസും ചെയ്യണം, പിന്നെ തിരിച്ച് വീട്ടിലേക്കും വരണം. ഈ ഒക്കെ ഒരു വെപ്രാളത്തിൽ കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ചെറിയ ഭാഗങ്ങളൊക്കെ, ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഇതിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരിക്കാശ്ശേരി മന കാണണം കേട്ടോ, പോയിട്ട് കാണണം. ഫാമിലി ഒക്കെ ആയിട്ട് പോയിട്ട് കാണണം. അതുപോലെ സേവ് ദ ഡേറ്റ്, അതുപോലെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉള്ളവർ തീർച്ചയായിട്ടും പോകണം കേട്ടോ. കാരണം ഭയങ്കര രസമാണ് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്, ഭയങ്കര രസമുള്ളൊരു ഏരിയയാണ് ഇത്. ഞാനൊരു റീലിന് വേണ്ടിയിട്ട് വാതിൽ തുറന്നു വരുന്ന സീനാണ് ഗൈസ്. അങ്ങനെ വളരെ രസകരമായിട്ട് പിന്നെ കുറേ സമയമാവും തോറും ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം അത്രയും എനിക്ക് തോന്നുന്നു അവിടെ അടുത്തുള്ള ആളുകളൊക്കെ വൈകുന്നേരം നേരങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടേക്ക് വരും തോന്നുന്നുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ അമ്പലം കേട്ടോ. അത് നമ്മുടെ അവിടുത്തെ കുളത്തിലേക്ക് പോകാനുള്ളൊരു വഴിയാണ്. ആ വഴിയുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അമ്പലം, ചെറിയൊരു അമ്പലമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇത് വിട്ടില്ല, കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തു. നല്ല അടിപൊളി എന്താ പറയുക, ഒരു വലിയ മാവും അതിനിടയിൽ കൂടി ഒരു ചെറിയ കുഞ്ഞു വഴി പുഴയിലോട്ട് പോകാനായിട്ടും അങ്ങനെയൊക്കെ. പിന്നെ അവിടുത്തെ തന്നെ കിണറാണ് കേട്ടോ ഗേസ്. ഇത് നല്ല അടിപൊളി വെള്ളം. സാധാരണ അറിയാലോ, പഴയ വീട് മനകളിലൊക്കെ അടുക്കള ഭാഗത്തു നിന്ന് തന്നെയാണ് വെള്ളം കോരാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി വെക്കുക. ഇത് ആട്ടുകല്ലുണ്ട് അങ്ങനെ. അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് നേരെ കയറുന്ന വേറൊരു ഹാളിലേക്ക് പത്തായപ്പുര, അങ്ങനെ കുറേ സംഭവങ്ങൾ ആ വീടിനുള്ളിൽ തന്നെ അങ്ങനെ ഒരുക്കിയിരിക്കുക കേട്ടോ. ഇവിടെ വിറകും അങ്ങനെ എന്തൊക്കെയോ കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ആൾത്താമസമൊന്നുമില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഇതേ കണ്ടില്ലേ, കൊച്ചു ചെറിയ മനകളായിട്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ വലിയൊരു കൂട്ടുകുടുംബം തന്നെ ആയിരിക്കും. വരിക്കാശ്ശേരി മനേനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഞാൻ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ്. അതിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുന്നുള്ള കുറേ കഥകളും അവിടുത്തെ കുറേ ആളുകൾ ജീവിച്ചിരുന്ന ആളുകളുടെ കുറിച്ച് കുറേ അറിയാനുണ്ടായിരിക്കും. പക്ഷേ എനിക്കിതൊന്നും അറിയില്ല. ഞാൻ അവിടെ പോയപ്പോൾ വരിക്കാശ്ശേരി മന ഒരുപാട് എൻജോയ് ചെയ്ത് ഫുൾ അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് കുറേയൊക്കെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആകെ ഒരു മണിക്കൂറാണ് ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തത് കേട്ടോ. കാരണം വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സമയം കൂടി കണക്കിലെടുത്താണ് ഞങ്ങളവിടെ കറങ്ങാൻ നിന്നത്. ഇത് അകത്താളാട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. അകത്തളത്ത് വെള്ളമൊക്കെ ഇങ്ങനെ വീണിച്ചു, രക്ഷയില്ല. പിന്നെ അവിടുത്തെ കുറേ ലാലേട്ടൻ ഫാൻസൊക്കെ ഇത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച്. തുളസിത്തറൊക്കെ അടിപൊളിയായിട്ട് ഇപ്പോഴും ആ തുളസിയൊക്കെ എങ്ങനെ, പക്ഷെ അവർ അത് അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പം ഇതേ ലാലേട്ടൻ ഫാൻസാന്ന് തോന്നുന്നു വീഡിയോ എടുക്കണു ഗൈസ്. അങ്ങനെ ഞങ്ങളെ ക്യാമറമാനാണ് അവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കണത് ഗൈസ്. രക്ഷയില്ല കേട്ടോ. വേണ്ട എന്ത് ഭംഗിയായിട്ടാണ്. ഇതിലൊക്കെ താമസിച്ചിരുന്ന ആളുകൾ രക്ഷയില്ല. അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ആരും അവിടെ, എല്ലാവരും ജോലി ഇതൊക്കെ ചെയ്ത് പോയിട്ടുണ്ടാവും ഗൈസ്. ഇങ്ങനെ നമുക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല. ഇത് തുളസിത്തറയിൽ മുല്ലയും തുളസിയും ഒക്കെ പാടെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മനയുടെ വേറൊരു ഭാഗമാണ് കേട്ടോ ഗൈസ്. അത് എന്താ പറയുക, ഒരു കുറേ മാവും കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് തണൽ, നമുക്ക് വെയിലൊന്നും അത്ര എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം അത്രയും മരങ്ങൾ നട്ട് വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിലൊന്നും അത്ര എഫക്റ്റ് ചെയ്യില്ല. അപ്പുറത്ത് തന്നെ ഒരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ ഗേസ്. ഇത് മനയുടെ വേറൊരു വീടാണ്. അതിന് അപ്പുറത്ത് തന്നെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ആ വഴിയിലൂടെ പോകുമ്പോഴാണ് കുളത്തിലേക്ക് പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയൊക്കെ ആസ്വദിച്ച് കുറേ ഫാമിലീസൊക്കെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, മാവ് നമുക്ക് കയറിയിരിക്കാം കേട്ടോ. മാവിലൊക്കെ അത്രയും നല്ല രസകരമായിട്ടാണ് മാവൊക്കെ വളർന്ന് പന്തലിച്ചിരിക്കണേ. ഞങ്ങൾ വൈകുന്നേരം സമയമായതിനെ കൊണ്ട് തന്നെ എന്താ പറയുക, നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അധികം വെയിലും ഇല്ല, അങ്ങനെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരിക്കാശ്ശേരി മനയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ വണ്ടിയുടെ അടുത്ത് പോവാം. വണ്ടിയുടെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ ഈ കോഫി ഷോപ്പിൽ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫി ഷോപ്പിലേക്ക് കയറാം എന്നുള്ള
താരനിൽ ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് പോയിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വരിക്കാശ്ശേരി മന മുഴുവൻ കണ്ടിത് ഇറങ്ങി. അപ്പോൾ അതേ കാണുന്നു അരമന എന്ന് പറഞ്ഞ കോഫി ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പഴംപൊരിയും ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ശാലു രാജു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ. പിന്നെ ഒറ്റ കാര്യം കൂടിയിട്ടാണ്, വരിക്കാശ്ശേരി മന കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. നമ്മുടെ അരമന കോഫി ഷോപ്പിൽ നിന്ന് ഒരു ചായയും പഴംപൊരിയും കൂടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.